പ്രൈസ് ദി ലോർഡ്. യോനാ പ്രവചനം 3-ാം അധ്യായം 1-2 വാക്യം. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ വീണ്ടും നമുക്ക് കാണുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഭദ്രമായി ദൈവം തൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ സൂക്ഷിച്ചു. നമ്മളെയും നമുക്കുള്ളവ എല്ലാവരെയും കർത്താവ് പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യഹൂദിയ പാരമ്പര്യം അനുസരിച്ച് ഏലിയാവ് ഉയർപ്പിച്ച സരപ്തയിലെ വിധവയുടെ മകനാണ് യോനാ പ്രവാചകൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യോന 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിലിരുന്ന സംഭവം യേശു സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ ഈ പ്രവാചകൻ ഒരു ചരിത്ര പുരുഷനാണെന്ന് വളരെ വ്യക്തമാണ്. യോനയുടെ അനുഭവം തൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് സദൃശമാണെന്ന് യേശു സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യോന എന്ന ഒരേ ഒരു പ്രവാചകനോട് മാത്രമേ ക്രിസ്തു തന്നെ ഉപമിച്ചിട്ടുള്ളൂ. ഈ പ്രവചന ഗ്രന്ഥത്തിലെ സംഭവങ്ങൾ മുഴുവൻ അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. സമുദ്രത്തിൽ ഉണ്ടായ കൊടുങ്കാറ്റ്, യോനയെ വിഴുങ്ങിയ മഹാമത്സ്യം, ഒറ്റ ദിവസം കൊണ്ട് മുളച്ചു വന്ന ആവണക്ക്, അത് കുത്തിക്കളഞ്ഞ പുഴു, കിഴക്കൻ കാറ്റ് എന്നിവയെല്ലാം അത്ഭുത സംഭവങ്ങളാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ ചരിത്ര സംഭവങ്ങളിലേക്കല്ല നമ്മെ കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മോടൊരു പ്രത്യേക ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരു വലിയ ജ്ഞാനം തരുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സന്ദേശം ഇന്ന് നാം വായിച്ചതായ വേദഭാഗം യോനയ്ക്ക് യഹോവ കൊടുത്ത 2ാമത്തെ ഉത്തരവ്, അരുളപ്പാട്, അല്ലെങ്കിൽ യോനയ്ക്കുണ്ടായതായ 2ാമത്തെ പ്രത്യക്ഷത. നമുക്കറിയാം, യോന 1-ാം പ്രത്യക്ഷതയിൽ ദൈവം സംസാരിച്ചതായ കാര്യത്തെ മറന്നും കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിച്ചും കൊണ്ട് താൻ തെറ്റായ ദിശയിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ വഴിമധ്യേ തനിക്കുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് ദൈവം തന്നെ വിടുവിച്ചതായ വഴികളെക്കുറിച്ചുമൊക്കെ ആ പുസ്തകത്തിലെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഭൃത്യൻ ഇങ്ങനെ ഒരു അനുസരണക്കേട് നമ്മോട് കാണിച്ചാൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ആ ജോലിയിൽ അവിശ്വസ്തത കാണിച്ചുകൊണ്ട് വേറൊരു വഴിയായി തിരിഞ്ഞു പോയാൽ ആ ഭൃത്യനെ വീണ്ടും ആ ജോലിക്ക് നാം ഉത്തരവാദിത്തപ്പെടുത്തി വിടുകയില്ല. കാരണം ഒരു പട്ടണത്തിൻ്റെ നാശത്തെ സംബന്ധിക്കുന്നതായ വിഷയം അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ യോന ദൈവത്തോട് കുറ്റം ചെയ്തിട്ടും കൂടെ ദൈവം യോനയോട് ക്ഷമിച്ച്, അല്ലെങ്കിൽ അവനെ സഹിച്ച്, അവനെ വേറൊരു രീതിയിൽ അവനെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടുവന്ന് യോനയോട് വീണ്ടും പറയുകയാണ്, യോനായെ, നീ 2-ാം പ്രാവശ്യം യോനയോട് വീണ്ടും പറയുക, ഞാൻ നിന്നോട് പറഞ്ഞ അതേ പ്രസംഗം തന്നെ അതേ സ്ഥലത്ത് പോയി പ്രസംഗിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു ആലോചനയുണ്ട്. നാം ഏതെല്ലാം രീതിയിൽ ദൈവ നിർദ്ദേശങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം നമ്മെ നിയോഗിച്ച നിയോഗങ്ങളിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തെറ്റി ഓടുവാൻ ശ്രമിച്ചാലും ദൈവം നാം പോകുന്ന വഴികളിലൊക്കെ ദൈവം നമ്മോട് കൂടെ വരും. അവിടെ നിന്ന് ദൈവത്താൽ, സാക്ഷാൽ ദൈവത്താൽ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ദൈവകരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ അല്ലെങ്കിൽ സ്വാർത്ഥത പോലെ നമുക്ക് ചലിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ പോയിരുന്നാലും ശരി, ഏതറ്റം വരെയും ദൈവം നമ്മുടെ അടുത്ത് വന്ന് നമ്മിൽ കൂടെ തുടങ്ങിയതായ ആ പ്രവൃത്തി കർത്താവ് തികയ്ക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ
പത്രോസ് കർത്താവിനെ തള്ളിപ്പറയും എന്ന് പത്രോസിനെ കുറിച്ച് യേശുവിന് നല്ലൊരു അറിവ് കിട്ടി. അത് ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു. ചില മണിക്കൂറുകൾക്ക് ശേഷം ഇവൻ നിന്നെ തള്ളിപ്പറയും. സമൂഹമധ്യത്തിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, ശത്രുക്കളുടെ മുമ്പിൽ അവൻ എൻ്റെ ഗുരുവായിരുന്നു എന്ന്, അല്ലെങ്കിൽ എൻ്റെ പ്രാണനാഥനായിരുന്നു എന്ന്, രക്ഷകനാണ് എന്നുള്ളതായ, ജീവജലം എനിക്ക് നൽകിയവനാണെന്ന് എന്നുള്ളതായ സാക്ഷ്യമെല്ലാം മറന്നുകൊണ്ട് ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല എന്ന് പത്രോസ് തള്ളിപ്പറയുമെന്ന് കർത്താവിന് നന്നായി മനസ്സിലായി. ആ പത്രോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറയുകയാണ്, അല്ലയോ പത്രോസേ, നീ അല്പമണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നീ എന്നെ തള്ളിപ്പറഞ്ഞു പോകും. എന്നാൽ നീ തിരികെ വരുമ്പോൾ നീ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക. നോക്കൂ, അവൻ്റെ തള്ളിപ്പറച്ചിലും അവൻ്റെ ഒരു ഭയനോട്ടവും അതിനുശേഷം ദൈവത്താൽ സന്ദർശിക്കപ്പെടുന്നതും അവൻ മാനസാന്തരപ്പെടുന്നതും, അങ്ങനെ മാനസാന്തരപ്പെടുന്ന ദുഃഖത്തോടെ ദൈവത്തോട് തൻ്റെ കുറ്റത്തെ ഏറ്റുപറയുന്ന പത്രോസിനെ കർത്താവ് ആത്മാവിൽ ദർശിക്കുകയുണ്ടായി. അവനോട് പറയുകയാണ്, നീ തിരികെ വരുമ്പോൾ എൻ്റെ ആടുകളെ മേയ്ക്കുക. ദൈവം നമ്മിൽ കണ്ടിരിക്കുന്നതായ ആ നിയോഗം ദൈവം മറന്നു കളയുവാൻ അവിശ്വസ്തനല്ല. താൻ നമ്മിൽ കൂടെ വലിയൊരു നിയോഗത്താലാണ് തനിക്ക് നമ്മിൽ കൂടെ ചില പ്രവൃത്തികൾ ദൈവത്തിന് ചെയ്യുവാനുള്ളത് കൊണ്ടാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ സ്നേഹിച്ച് അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ കർത്താവ് നമ്മെ വേർതിരിച്ച് നമ്മെ തൻ്റെ ഹിതം പോലെ പലപ്പോഴും നടത്തിയ ആ വഴികളെക്കുറിച്ച് നമുക്ക് ഒന്ന് ധ്യാനിക്കുകയിൽ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് ഒരിക്കലും സ്നേഹിച്ച ഒരു വ്യക്തിയെ കർത്താവ് കൈവിടുകയില്ല. അവൻ ചിലപ്പോൾ താളടിയായി പോകുന്ന പല സന്ദർഭങ്ങളും കാണുമായിരിക്കാം. ചില മാനസിക സമ്മർദ്ദങ്ങളാൽ അവൻ പലപ്പോഴും പിഴവുകൾ പറ്റും, അവന് വീഴ്ചകൾ പറ്റും, കുറവുകൾ പറ്റും. എന്നാൽ അവൻ വീണു പോകുന്ന കുഴിയിൽ വീണ്ടും മണ്ണിടുകയല്ല ദൈവം ചെയ്യുന്നത്. അവനെ ആ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി അവനെ വെട്ടിയെടുത്ത ആ ഖനിഗർഭത്തിലേക്ക് അവനെ തിരിഞ്ഞു നോക്കിച്ച്, അത് അഗാധമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിലായിരുന്നു അവനെന്നുള്ളതായ ബോധ്യം അവനിൽ വരുത്തിക്കൊണ്ട് അവനെ വീണ്ടും ദൈവം അവനെ ഏത് ഉദ്ദേശത്തോടുകൂടെ അവനെ വിളിച്ചുവോ, അവനെ തെരഞ്ഞെടുത്തുവോ, അവനെ ദൈവത്തിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നിറച്ചുവോ, ഏത് അഭിഷേകത്തോടുകൂടെ ഏത് നിയോഗത്താൽ അവനെ വേർതിരിച്ചുവോ, അതേ ജോലിക്ക് തന്നെ കർത്താവ് നിയോഗിക്കും. സാധാരണ മനുഷ്യരാരും ചെയ്യാത്തതായ ഒരു കരുണാപരമായ ഒരു പ്രവൃത്തി. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ വ്യത്യാസം എവിടെയാണ്? നാം ഒരു യജമാനൻ്റെ കൈക്കീഴിൽ നാം പിഴച്ചു പോയാൽ ഒരിക്കലും നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്വങ്ങളും ആ ബഹുമാനവും ദൈവം ആ യജമാനൻ അവർക്ക് കൊടുക്കുകയില്ല. അവരെ വീണ്ടും തിരിച്ച് ജോലിയിൽ കയറ്റിയാൽ തന്നെയും ഒരു പ്രത്യേകമായ പദവിയിലോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവനെ ഉപയോഗിച്ചെന്നിരിക്കും. ഇവിടെ ദൈവം യോനയുടെ ഓഫീസ് തകർത്ത് കളഞ്ഞില്ല. അവൻ്റെ സ്ഥാനത്തെ ദൈവം മറന്നു കളഞ്ഞില്ല. അവനോട് വീണ്ടും സ്നേഹത്തോടെ യോനയോട് പറയാണ്. യോനയ്ക്ക് വീണ്ടും രണ്ടാമതും ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യോനയോട് പറയാണ്, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രസംഗം. നോക്കൂ, ദൈവം പറഞ്ഞതായ ആ നിയോഗ പ്രസംഗം, ആ കൽപ്പന, ആ ദൂത് അതുപോലും ദൈവം വ്യത്യാസപ്പെടുത്തുന്നില്ല. നിന്നോട് ഞാൻ ആദ്യം എന്ത് പറഞ്ഞുവോ അത് തന്നെ പോയി പ്രസംഗിക്കുക. നോക്കൂ, മോശയുടെ ജീവിതത്തിലൊന്ന് നോക്കൂ. മോശയ്ക്ക് ദൈവം കൽപ്പലകയിൽ ദൈവം താനും ഉണ്ടാക്കിയ ആ കൽപ്പലകയിൽ തൻ്റെ പ്രമാണങ്ങളെ, വചനങ്ങളെ എഴുതി മോശയുടെ കയ്യിൽ കൊടുത്തു. എങ്കിലും ഇസ്രായേലി ജനം ദൈവത്തെ വിട്ട് പിന്മാറിയതായ കാളക്കുട്ടിയെ ആരാധിക്കുന്നത് മോശ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം ഭാരപ്പെട്ടു, തകർന്നുപോയി. അവൻ കോപം ജ്വലിച്ചവനായി ദൈവം അവൻ്റെ കയ്യിൽ കൊടുത്തതായ ആ കൽപ്പലകൾ അവൻ ഉടച്ചു കളഞ്ഞു. എങ്കിലും ദൈവം മോശയോട് കരുണയുണ്ടായി, ജനത്തോട് കരുണയുണ്ടായി മോശയോട് പറയുകയാണ്, നീ ഇനിയും 2 കൽപ്പലകൾ നീ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരിക. ഞാൻ ആദ്യം എന്ത് അതിൽ എഴുതിയിരുന്നുവോ അത് തന്നെ വീണ്ടും ഞാൻ അതിൽ നിനക്ക് എഴുതി തരും. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണെങ്കിൽ, ദൈവം നമ്മെ സ്നേഹിച്ചതാണെങ്കിൽ, ദൈവം നമ്മെ അവൻ്റെ പ്രവൃത്തികൾക്കായി
അവൻ്റെ സ്നേഹത്തിൽ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തതാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ നിന്ന് ദൈവം അല്പം പോലും പുറമോട്ട് പോകുകയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം അവിശ്വസ്തരായിത്തീരുന്നാലും ദൈവം വിശ്വസ്തൻ. രണ്ടാമതും യോനയ്ക്ക് കർത്താവ് വെളിപ്പെട്ടു. യോനയോട് പറയാണ്, ആദ്യം നീ എന്ത് ചെയ്തുവോ അതേ ഉത്തരവാദിത്വത്തോടെ മുൻപോട്ട് പോകുക. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ ആഴമേറിയ കരുതലിനെക്കുറിച്ച് നാം ഓർക്കുകയും നമ്മുടെ ഹൃദയം ദൈവത്തെ അധികമായി സ്നേഹിപ്പാൻ, നമ്മുടെ കർത്താവിനെ സ്നേഹിപ്പാൻ നമ്മുടെ ഹൃദയം നമ്മെ വീണ്ടും ധൈര്യപ്പെടുത്തും. പലപ്പോഴും ദൈവം നമ്മെ കൈവിട്ടു, നാം ദൈവസന്നിധിയിൽ തകർന്നു പോയി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടുകയും ആത്മീക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ തളർന്നവരായി, ആശയറ്റവരായി, മറ്റുള്ളവരുടെ പഴിക്കും ദുഷിക്കും നാം വഴിവെച്ചും കൊണ്ട്, അനേകരുടെ ആ പഴിചാരൽ കേട്ടും കൊണ്ട് പലപ്പോഴും നാം നിർവീര്യമുള്ളവരായി, വീര്യമില്ലാത്തവരായി, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഉണർച്ചയില്ലാത്തവരായി, നിരാശയുടെയും ദുഃഖത്തിൻ്റെയും അടിത്തട്ടിലാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, യോനയോട് ദൈവം ചെയ്തതായ അരുളപ്പാട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉത്തേജനം തരുന്നതാണ്, നമ്മെ ഉണർത്തുന്നതാണ്. നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ളതായ ഒരു ബോധം നമ്മളിൽ വീണ്ടും ജനിപ്പിക്കുമാറ് അതൊരു വലിയ ഒരു ശക്തി നമ്മളിൽ പകരും. ചൈതന്യം, നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ ചൈതന്യം നമുക്ക് വീണ്ടും തരും. ദൈവം വിശ്വസ്തനായി നമ്മുടെ കുറവുകളെ ദൈവം ക്ഷമിക്കുവാൻ ശക്തനാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സമയങ്ങളിൽ ദൈവം പറഞ്ഞതായ പ്രവൃത്തികളെ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല, ദൈവം നമ്മോട് ചെയ്തതായ ഉപകാരങ്ങളെ നമ്മൾ മറന്ന് പലപ്പോഴും നാം വഴിവിട്ട് പോയിട്ടുള്ളതായ സന്ദർഭങ്ങളുണ്ടെങ്കിൽ, ഒരു തിരിച്ചുവരവിനെ നോക്കി പാർക്കുന്നതായ ആ കർത്താവിൻ്റെ സ്നേഹം ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മോട് വാദിക്കുകയാണ്. തിരിച്ചു വരുമെങ്കിൽ, മാനസാന്തരപ്പെടുമെങ്കിൽ, നിന്റെ കുറവുകളെ നീ ഏറ്റുപറയുമെങ്കിൽ എനിക്ക് നിന്നെ വീണ്ടും ഉപയോഗിക്കുവാൻ കഴിയും. വേറൊരു തലത്തിലല്ല, വേറൊരു രീതിയിലല്ല. ഏതിനു വേണ്ടി നീ വിളിക്കപ്പെട്ടുവോ, ഏതിനു വേണ്ടി നീ സ്ഥിരീകരിക്കപ്പെട്ടുവോ, ഏതിനു വേണ്ടി നീ അഭിഷേകം ചെയ്യപ്പെട്ടുവോ, അവിടെ അതേ അഭിഷേകം, അതേ കൃപ, അതേ ജ്ഞാനം, അതേ ശക്തിയാൽ ദൈവം നിന്നെ വീണ്ടും സ്നേഹിക്കുവാൻ ശക്തനാണ്. നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തതകൾ ധാരാളമുണ്ട്. ആ അവിശ്വസ്തതകളൊക്കെയും കർത്താവ് മറന്ന് ദൈവത്തിൻ്റെ സ്നേഹം ഈ പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ ധാരാളമായി അതിരില്ലാത്ത സ്നേഹം, അളവില്ലാത്ത സ്നേഹം ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഊറ്റുന്നതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.